ഹലോ, നമ്മൾ ട്രിപ്പ് ഇതാ തുടങ്ങി. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ആഴിമലയാണ്. സോ ബേസിക്കലി നമ്മൾ എല്ലാ പ്രാവശ്യവും ട്രിപ്പ് പോകുമ്പം ഒരു ക്ഷേത്രത്തിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ബിക്കോസ് ഒരു പോസിറ്റിവിറ്റി, പിന്നെ നമ്മളൊരു വലിയൊരു യാത്ര തുടങ്ങിയില്ല, അപ്പം നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഏതെങ്കിലും ഇങ്ങനെ ഒരു അമ്പലത്തിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ. സോ ഈ പ്രാവശ്യം ആഴിമലയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ യാത്ര തുടങ്ങുമ്പോൾ തന്നെ പിമ്പിൾസ് അത് ഇത് എല്ലാം ഉണ്ടായിട്ടുണ്ട്. വ്യൂ വാസ് നൈസ്, എനിക്ക് നല്ല ഇഷ്ടമായി. ബിക്കോസ് ബീച്ച്, അതിൻ്റെ അടുത്തൊരു അമ്പലം, കാണാൻ തന്നെ ഒരു പോസിറ്റിവിറ്റി. സോ പീസായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ദ വ്യൂ വാസ് സോ നൈസ്. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ബീച്ചിൽ ഇറങ്ങാനുള്ള സ്റ്റെപ്സൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഇറങ്ങില്ല. ബീച്ച് കാണും, പക്ഷെ വെള്ളത്തിൽ ഇറങ്ങില്ല. അത് കഴിഞ്ഞ് നമ്മൾ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോയാൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ബിക്കോസ് ഭയങ്കരമായിട്ട് വെള്ളം, അത്രയ്ക്ക് വെള്ളം വരുന്നു അവിടെ. എന്താ പറഞ്ഞാൽ ചില സമയത്ത് ഈ സമ്മർ സീസണിൽ നമ്മളങ്ങനെ പോയി ഇത്രയും വെള്ളം കാണാറില്ല. പക്ഷേ ഈ പ്രാവശ്യം എന്തോ ഭയങ്കര വെള്ളമായിരുന്നു. അതേ കണക്ക് നല്ല ആളും ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ആൾക്കാരെന്തോ വെള്ളം കാണാത്ത കണക്കായിരുന്നു അവിടെ വന്ന് കുളിച്ചത്. അത്രയ്ക്കും വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ കുറേ നേരം നോക്കി നിന്നപ്പം എനിക്കും തോന്നിയായിരുന്നു, ഇതിനകത്തൊന്ന് കുളിക്കായിരുന്നു, അത്രയും നല്ല ഭംഗിയുണ്ടായിരുന്നു. കാണാൻ നൈസ് വ്യൂ ആയിരുന്നു. ഇറ്റ് വാസ് സോ, എന്താ പറയുന്നത്, നമ്മൾ കുറച്ച് നേരം നോക്കി നിൽക്കും. എനിക്ക് ഇങ്ങനെയുള്ള വ്യൂ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒറിജിൻ കാണാൻ വേണ്ടി പോയായിരുന്നു. അവിടെയും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇതിൻ്റെ കരയിലൊക്കെ പോയി ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വീട് വെക്കണം. അങ്ങനെ ഒരു, എന്താ പറയുന്നത്, നല്ല തണുപ്പുമായിരുന്നു വെള്ളത്തിന്. ഞാൻ കുറേ നേരം കാലൊക്കെ ഇട്ടിരുന്നു. കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ടൊരു ഫിഷ് സ്പാ പോലെയൊക്കെ കിട്ടിയായിരുന്നു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളതാ ധനുഷ്കോടിയിലോട്ട് പോകുന്നുള്ള യാത്രയിലാണ്. അവിടെ നിന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ രാത്രിയായപ്പോൾ ധനുഷ്കോടി എത്തി. സോ അവിടെ നമ്മൾ വലിയ ബസ് പോകത്തില്ല, നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് വേറെ ബസ്സിൽ വേണം നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ടത്. ഫൈനലി നമ്മൾ ബസ്സൊക്കെ കിട്ടാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത്, അതിന് ശേഷമാണ് നമുക്ക് ബസ്സൊക്കെ കിട്ടിയത്. സോ നമ്മൾ അല്ല ഉള്ളിൽ പോകണം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് വാസ്, ആ സ്ഥലം അങ്ങനെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഫുഡൊക്കെ കുറച്ച് പരിതാപകരമായിരുന്നു. പക്ഷേ കിട്ടിയത് നമ്മൾ കഴിച്ചല്ലേ പറ്റൂ. യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫുഡിൻ്റെ കാര്യം എപ്പോഴും അങ്ങനെ ആയിരിക്കും. സോ ഞാൻ കുറച്ച് മിൽക്ക് ഷേക്കൊക്കെ മേടിച്ച് കുടിച്ചു. പൊറോട്ട അതൊക്കെ ഇങ്ങനെ നുള്ളിപ്പിച്ച് എല്ലാവരും കഷ്ടപ്പെട്ടൊക്കെയാണ് തിന്നത്. പിറ്റേ ദിവസം രാവിലെ നെറ്റിയിൽ കുറച്ച് കുറി, ഇത് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതൊന്ന് ചെയ്യണമെന്ന്. ഞാൻ ഈ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഫുഡ് ഞാൻ പൊങ്കലായിരുന്നു, വെറൈറ്റി ഭക്ഷണങ്ങളായിരുന്നു ട്രൈ ചെയ്തത്. പിന്നെ നമ്മൾ ധനുഷ്കോടി ആ ലാസ്റ്റ് പോയിന്റിലോട്ട് പോകാൻ വേണ്ടി വീണ്ടും ബസ് കാത്തിരിക്കുകയാണ്. കുറേ നേരം ഇരുന്നു. ഈ ആൾക്കാരെ എന്തിനാ ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ബസ്സുകാർ ഭയങ്കര ലാഗായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. കൊച്ചിയിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ, പക്ഷേ ഇറ്റ് വാസ് സോ ഡിഫറെൻറ്റ്. അന്ന് പോയിരുന്ന സമയത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം റോഡൊക്കെ ഉണ്ടാക്കി അതൊരു പോയിൻ്റാക്കി ഭയങ്കര എന്തോ സംഭവം കണക്കാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ആ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നത് അവിടെ വെള്ളം കയറിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കെട്ടിയിരിക്കുന്നതെന്ന്. പണ്ടത്തെ ഒരു എക്സ്പെക്റ്റേഷനിൽ പോയതുകൊണ്ട് എനിക്കിത് അത്ര ഇഷ്ടമായില്ല. സോ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റിയില്ല. പണ്ട് ഇറങ്ങുമ്പോൾ കാലിൻ്റെ മുട്ടുഭാഗമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങാണ്ടേ ഉള്ളൂ ശ്രീലങ്കയിലോട്ട്. ധനുഷ്കോടി എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റേൺ ടിപ്പാണ്. അതേ കണക്ക് തന്നെ നമ്മളെ ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷനും മേർജ് ചെയ്യുന്ന സ്ഥലമാണ്. സോ അങ്ങനെ കുറേ പെക്യുലാരിറ്റീസ് ഈ സ്ഥലത്തിനുണ്ട്. പിന്നെ പുരാണപരമായും കുറേ ഉണ്ട്. എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് പുരാണത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അല്ലാത്ത എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ പണ്ടത്തെ എക്സ്പെക്റ്റേഷനിൽ പോയിട്ടുള്ളവർക്ക് ആ ഒരു അത്ര വൈബ് കിട്ടാറില്ല. പിന്നെ ഈ എന്താ പറയുക, അശോക സ്തൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക്
എന്തോ ഒരു സ്ഥലമാണ് എന്ന് കാണിക്കാൻ വേണ്ടി കെട്ടിയതാണ്. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സോ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു അവിടെ. പിന്നെ അവിടെ കുറേ കടകളും അങ്ങനെയൊക്കെ ഷോപ്സൊക്കെ വന്നിട്ടുണ്ട്. പണ്ടത്തെ ഒരു വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു. ധനുഷ്കോടി 1964 ഒരു സൈക്ലോൺ വന്ന് നശിച്ച ഒരു സ്ഥലമാണ്. സോ അവിടെ ഒരു വില്ലേജ് ആയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ സ്മാൾ സിറ്റി വില്ലേജ് എന്നൊക്കെ പറയായിരുന്നു. അവിടെ ഹോസ്പിറ്റൽസ്, സ്കൂള്, റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ഫുള്ളായിട്ട് നശിച്ചു പോയ ഒരു സ്ഥലമാണ്. അതിനുശേഷം അതൊരു ഹോണ്ടഡ് പ്ലേസ് പോലെയായിരുന്നു കിടക്കുന്നത്. ഞാൻ അന്ന് പോകുന്ന സമയത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇതൊരു പള്ളിയാണ്. ആ പള്ളീനെ ഇപ്പം പ്രിസർവ് ചെയ്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കണക്ക് ഒരുപാട് കടകളും അങ്ങനെയൊക്കെ അതിന് ചുറ്റുപാടും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അവിടെയുള്ള കുറേ പഴയ ബിൽഡിങ്സാണ് പൊളിഞ്ഞു പോയ. അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ പനങ്കൽക്കണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിതൊക്കെ എന്താണെന്നൊക്കെ ഈ പുള്ളിക്കാരനോട് ചോദിച്ച്, കുറേ തമിഴൊക്കെ നമുക്കറിയാം, പറയാൻ അറിയാവുന്ന തമിഴൊക്കെ വെച്ച് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി. അത് കഴിഞ്ഞ് അബ്ദുൽ കലാമിൻ്റെ നമ്മളെ വീട്, അതായത് പുള്ളിക്കാരൻ്റെ സ്വന്തം വീടല്ല, ചേട്ടൻ്റെ വീടാണിത്. പണ്ടത്തെ വീട്, അതായത് ഒറിജിനൽ വീട് പഴയതായിട്ട് കിടക്കുമെന്ന്. ഇപ്പം അവിടെ എല്ലാ പുള്ളിയുടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അല്ലാതൊരു സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ വീഡിയോസ് അലൗഡ് അല്ല. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ക്ഷേത്രത്തിലോട്ട് പോയായിരുന്നു. ബേസിക്കലി പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നടന്ന സമയത്ത്. അത് കഴിഞ്ഞ് നമ്മളിതാ പാമ്പമ്പാലത്തിലോട്ട് പോയി. പാമ്പമ്പാലം പണ്ട് ഞാൻ പറഞ്ഞ കണക്ക് ഈ പാമ്പലത്തിൽ കൊണ്ട് ബസ് ഇറക്കി ആൾക്കാർക്ക് ആ റെയിൽവേ ട്രാക്കും ബ്രിഡ്ജിൽ നിന്ന് ട്രാക്കൊക്കെ കാണാമായിരുന്നു. ഇപ്പം അങ്ങനെ അലൗഡ് അല്ല. ബ്രിഡ്ജിലോട്ട് ബസ് ഓടിച്ച് അങ്ങനെ ആൾക്കാരെ ഇറക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു എൻഡിൽ ഇറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ നടന്നു പോയി കാണാം. പിന്നെ അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഫിഷറിയാണ് അവിടുത്തെ മെയിൻ. ഒരുപാട് ബോട്ടും ഷിപ്പും ഒക്കെ നമുക്ക് കാണാം. ഒരുപാട് ദൂരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇത്രയും നടക്കുക എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. സോ ഞാനങ്ങനെ നടന്നേന്നില്ല, ഒരു പോയിന്റിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. ദ വ്യൂ വാസ് നൈസ്. ആ വ്യൂ ഭയങ്കര ഭംഗിയുള്ളൊരു ഇതാണ്. നമ്മൾ ആ പാലത്തിൻ്റെ മിഡിൽ നിന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത് അവരവിടെ എന്തോ സ്ട്രിക്റ്റ് ആക്കി, എന്തോ അതിൻ്റെ മണ്ടയിൽ കൂടെ അങ്ങനെ ബസ് ഓടിച്ച് ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫൈൻ മേടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കതിനെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞൂടാ. പക്ഷെ നമ്മളൊരു പോയിന്റിൽ ഇറക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞ് അങ്ങ് വരെ ആണെങ്കിൽ നടന്നോളാം. സോ ഇതാണ് നമ്മളെ റെയിൽവേ ട്രാക്ക്. പഴയ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു, അത് കേടായപ്പോൾ ഇറ്റ്സ് നോട്ട് വർക്കിംഗ് നൗ. സോ പുതിയതൊരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയത് കുറച്ചും കൂടെ വലുതാണ്. ഞാൻ പണ്ട് വരുന്നപ്പോൾ പഴയതായിരുന്നു കേട്ടോ കണ്ടിരുന്നത്. ഈ അതായത് വലിയ ഷിപ്പൊക്കെ വരുമ്പം ഈ റെയിൽവേ ട്രാക്ക് രണ്ടായിട്ട് ഓപ്പൺ ആവും. ഇപ്പോൾ അത് വർക്കിംഗ് ആയോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പോയ സമയത്ത് ട്രെയിനൊന്നും പോയിട്ടില്ലായിരുന്നു. ഈവൻ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു ഇതിങ്ങനെ രണ്ടായിട്ട് ഓപ്പൺ ആക്കുന്നത്. എന്തോ ഇപ്പം വർക്കിംഗ് അല്ല. അവിടെ നിന്ന് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഫേമസ് തമിഴ്നാട് ബിരിയാണി കഴിക്കാൻ തന്നെയാണ് പോണത്.
ആർക്കൊക്കെ ബിരിയാണി, അതായത് തമിഴ്നാട് ഒതൻറ്റിക് ആയിട്ടുള്ള ബിരിയാണി ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് അല്ല, പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിച്ചു. എനിക്ക് ഈ ബിരിയാണി ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാനെന്താ ഭക്ഷണം കിട്ടാത്ത ആളെ കണക്കായിരുന്നു അവിടെ കഴിച്ചത്. ബിക്കോസ് ഇറ്റ് വാസ് സോ ടേസ്റ്റി. അതുകൊണ്ട് ഞാൻ നല്ലോണം കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മധുരയിലോട്ട് പോയി. മധുരയിലോട്ട് പോകാൻ നേരത്ത് നമ്മൾ രാത്രിയാണ് മിക്കവാറും ഡെസ്റ്റിനേഷനിലെത്തുന്നത്. രാവിലെയാണ് കറക്കം. രാവിലെയാണ് അമ്പലത്തിലൊക്കെ പോയി എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വരുന്നത്. രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഷോപ്പിംഗ് നടത്താം. ഇതങ്ങോട്ട് പോകുന്ന ഇത് നമ്മൾ എന്താ പറയുക, ഹോട്ടലിൽ കണ്ടുപിടിക്കാനുള്ള ഹോണ്ടിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലൊക്കെ എത്തി, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ടൈം. പക്ഷെ നമ്മൾ റെസ്റ്റ് ഇല്ലായിരുന്നു, നമ്മൾ സ്ഥലം കാണാൻ വേണ്ടി, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. നമുക്കറിയാവുന്ന 4 തമിഴ് പറഞ്ഞ് നമ്മൾ എന്താ പറയുക ഇതാകും. അതാണ് നമ്മളൊരു കഴിവ്. അമ്പലത്തിൻ്റെ അടുത്തുള്ള ഹോട്ടലായിരുന്നു എടുത്തിരുന്നത്. അവിടെ നിന്ന് കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറച്ച് കുഞ്ഞ് സ്ട്രീറ്റ്സൊക്കെ ഇരുന്ന് ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. നല്ല നല്ല എന്താ പറയുന്നത് കുറേ കടകളുണ്ടായിരുന്നു. ഇത്രയും കടകൾ ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചാൽ ഞാൻ എല്ലാ കടയിലും കയറത്തില്ല. നമ്മൾ കുറച്ച് ലേറ്റായിട്ടായിരുന്നു ഫുഡ് കഴിക്കാനൊക്കെ പോയിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് ഫുഡ് വാസ് ഓക്കെ. നമുക്കവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു ഹോട്ടലാണ് നേരത്തെ പറഞ്ഞോണൊക്കെ ഉള്ള തമിഴ് അറിഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചത്. നമുക്ക് നല്ലോണം ഫുഡ് കഴിക്കണമല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ ഷോപ്പിംഗ് നടത്തി. ഈ കട നൈസായിരുന്നു. ഇവിടെ എല്ലാം വില കുറച്ചുള്ളായിരുന്നു. 10 രൂപ, 15 രൂപ, 20 രൂപ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരുന്നു. പിന്നെ സെക്കൻഡ് പാർട്ട് പിന്നെ കാണാം. ബൈ ബൈ.